വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാരാ വിരുന്നുകാരാ വിരുന്നുകാരാ. നിർത്തരാ നിന്റെ പാട്ട്. വിരുന്നുകാരാ 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 എന്ന് ഉള്ള വിരുന്നുകാരെയൊക്കെ വിളിച്ച് എന്നെ കളസം കയറി നിൽക്കുക. ഇവിടെ എന്റെ മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. ഇനി തർക്കങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ ആ ദിവസം കുറിച്ചു കഴിഞ്ഞാൽ മതിയായിരുന്നു എന്റെ കൃഷ്ണ. ആ സദ്യയൊക്കെ കഴിച്ചോ? എങ്ങനെയുണ്ട്? വല്ല കുഴപ്പമുണ്ടോ? ഏയ് ഒരു കുഴപ്പമില്ല, എങ്കിലും ഒരു ചെറിയ കുഴപ്പമുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നല്ല പേരുകേട്ട പാചകക്കാരനാണല്ലോ. പാചകക്കാരൻ തന്നെയാ കുഴപ്പം. ഒരു പാർസൽ ചോദിച്ചപ്പോ പൂരത്തെറി. അതിരിക്കട്ടെ, ചെറുക്കനും പെണ്ണും പ്രേമബന്ധത്തിലായാലും നമുക്ക് ഒരുമിക്കാൻ കഴിഞ്ഞല്ലോ. ആ അത് നന്നായി. ആ അതെ അതെ, ആ പ്രേമബന്ധമല്ലേ. പ്രേമബന്ധം ആദ്യം ഊട്ടലെടുക്കും, വീട്ടുകാരും അറിയുമ്പോ മടലെടുക്കും, നാട്ടുകാർ അറിയുമ്പോ തെക്കോട്ടെടുക്കും. അല്ല, ചോദിക്കാൻ മറന്നു, ആരാ പാചകം? എന്റെ അവന്ന ബന്ധുവാ പാചകക്കാരൻ ശങ്കുണ്ണി. വിളിക്കാം, പരിചയപ്പെട്ടോളുക. ശങ്കുണ്ണിയേ, എന്തോ മുളകട് കുറുമയിലെരുവിന് കുരുമുളക് അടിപൊളി വറവലിനെടുപിടി രുചിയോടൊന്നും നാനന്നൊരന്നിയുമായി ബാബാ. ഇതെന്താ രവി പറഞ്ഞ ചിത്രമോ? ഞാനൊരു ഭാരപ്പെട്ട പണി എടുക്കുമ്പോ വിളിക്കരുതെന്ന് അറിഞ്ഞൂടെ? എന്തു പണിയാകോ ഭാരപ്പെട്ട പണി? പപ്പടം കാച്ചൽ. എന്നോടൊരു കാര്യം പറയാനുണ്ട്. ചോറ് കഴിച്ചപ്പോ ലേശം വെള്ളം കഴിച്ചിട്ടില്ല. അതെന്താ? സാമ്പാറിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ. പിന്നെ എന്റെ ഭൂതക്കണ്ണാടി കൊണ്ട് സാമ്പാറിലെ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കാൻ കഴിഞ്ഞല്ലോ. അത് നന്നായി. പിന്നെ കടുകിന്റെ കാര്യം, ഞാൻ പാചകത്തിലെല്ലാം ബ്രാൻഡഡ് സാധനങ്ങളെ വാങ്ങുള്ളൂ. അത് മനസ്സിലായി. എല്ലാ ISI മുദ്രയുള്ള കടുകായിരുന്നു. വസന്തി, ലക്ഷ്മിയും പിന്നെ ഞാനും. ഞാൻ എന്റെ ഭാര്യയെ വിളിച്ചതാ. മോഹം കൊണ്ടാ ഇന്നേതു പെണ്ണും പൂച്ചയെപ്പോലെ പതിയെ പതിയെ അത് പാൽ മാത്രം കുടിച്ചു വറ്റിക്കും. ചേട്ടാ, സദ്യയൊക്കെ കഴിഞ്ഞല്ലോ. എന്നാ നമുക്ക് ദിവസം കുറിച്ചാലോ? ആയിട്ടില്ല. നമ്മുടെ ജോത്സ്യം വല്യച്ഛൻ സദ്യ കഴിഞ്ഞിങ്ങോട്ട് വന്നോട്ടെ. ശങ്കുണ്ണേട്ടാ, ഭക്ഷണം കലക്കിട്ടോ. ആരാ വെക്കുന്ന? ശങ്കുണ്ണിയേട്ടനല്ലേ? അങ്ങനെ വരൂ. ഞാൻ ആ കലക്കലല്ലേ ഉദ്ദേശിച്ചത്. എല്ലാ കറിയും കൂടെ കലക്കി തോട്ടിലെറിഞ്ഞെന്ന്. പക്ഷെ പാചകത്തിൽ രസമില്ലാത്തോണ്ട് ഊണ് ഭയങ്കര ബോറായിരുന്നു. ആര് പറഞ്ഞു രസമില്ലെന്ന്? ആ പാചകപ്പുരയിലേക്കൊന്ന് വരണായിരുന്നു. എന്തുമാത്രം സുന്ദരികളാ അവിടെ ഇരുന്ന് ഞാൻ വിരകുമായിരുന്നു. എന്ത് രസമാ! ആ രസത്തിന്റെ കാര്യമല്ല, കുടിക്കുന്ന രസത്തിന്റെ കാര്യമാ. രസം വെക്കാത്തതേ വേറെത്തും കൊണ്ടല്ല. രസത്തിന്റെ കൂട്ടു വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണിന്റെ അച്ഛന്റെ മുഖത്ത് നവരസമാ. നിങ്ങളൊന്നും വിചാരിക്കരുത്, പെണ്ണിന്റെ വല്യച്ഛനൊന്ന് വന്നോട്ടെ. എന്താ മന്ത്രം ഉരുവിടുന്നത്? വല്ല കുഴപ്പവും? മന്ത്രം ഉരുവിട്ടേ അല്ല, ചൂടുരഥമാൻ വായിലാപ്പ നവുളിയതാ. വല്യച്ഛ, സമയം കളയാതെ ആ ഡേറ്റ് ഒന്ന് തീരുമാനിക്ക്. തിരക്കാക്കണ്ട അല്ലേ? എന്റെ പൊന്നടവേ, എന്തായാലും കവിടെ അങ്ങ് നിരത്തുക. കാണുന്നുണ്ട്, പ്രഭാകരൻ നാളും വരണല്ലേ? അതെ. കയ്യിലൊരു സ്പ്ലെൻഡർ ബൈക്കില്ലേ? ഉണ്ടല്ലോ. അതിനായിട്ട് 1 ലിറ്റർ പെട്രോൾ ഇല്ലേ? അയ്യോ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? അതെ, ഒരു കവടി മറന്നുപോയി, അതെടുത്തോണ്ട് വരാനാ. ഇതാകെ 9 ഉള്ളൂ. തൽക്കാലം 9 വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാ. 9 വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്താ കാര്യം? ചെളിക്കുത്ത്. അച്ഛാ, നിങ്ങൾ എല്ലാരും കല്യാണം നടത്താനാണോ വന്നത് അതോ മുണക്കാനാണോ വന്നത്? വല്യച്ഛ, ഇന്ന് രണ്ടിലൊരു തീരുമാനം എടുക്കണം. എന്താ ചേർക്കേണ്ട പേര്? ബബീഷ്. കബീഷോ? കബീഷ് അല്ല, ബബീഷ്. നക്ഷത്രം? അരിവായി ചുറ്റിക നക്ഷത്രം. പാർട്ടിയല്ല ചോദിച്ചേ, നക്ഷത്രോ? നക്ഷത്രം മൂലം. എന്റെ പൊന്നടുവേ, വരണ്ടായിരുന്നു. മുഖം കണ്ടപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഈ കല്യാണം നടക്കില്ല. വിധി പറയാൻ ഞാൻ ആര് ജഡ്ജിയോ? പരിഹാരം ലഡ്ഡു, ജിലേബി, ഹൽവ. പലഹാരമല്ല, പരിഹാരം. പരിഹാരം ഉണ്ട്. ഇനി ആ മഷിയിട്ട് നോക്കാം. എവിടെ വെറ്റില? എറണാകുളത്താ. വൈറ്റിലല്ല, വെറ്റില. എന്നാ പിന്നെ ഞാനും നോക്കട്ടെ. സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 എന്ന് പറഞ്ഞാൽ ഒക്ടോബറിന്റെ അടുത്ത് കിടക്കല്ലേ? എനിക്ക് പറ്റത്തില്ല. സെപ്റ്റംബറിന്റെ അടുത്ത് ഒക്ടോബർ കടന്ന എന്താ കുഴപ്പം? ഡെങ്കിപ്പനി പിടിക്കൂ? എനിക്കറിയാം, ഞങ്ങളുടെ കല്യാണം മുടക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിന്റെ ഒരു കബഡി. ഈ കല്യാണം എങ്ങനെ നടത്തുന്ന എനിക്കറിയാം. നിന്നെ അടുത്ത് ഞാൻ ഭിത്തിയിലടിക്കും. ഒന്ന് പടക്കാ പിടിക്കാതെ. നിന്റെ കബഡി എടുത്ത് കബഡിയാറേ കയറി. മതി, നിർത്ത്.
ഞാനൊരു കാര്യം പറയാം, ഈ കല്യാണം നടക്കില്ല. എന്റെ മോക്ക് കല്യാണം വേണ്ട. അച്ഛാ, ഇത്ര ആയസ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾക്ക് കല്യാണം വേണ്ട. ഞങ്ങൾക്ക് കല്യാണം വേണ്ട. നന്നായി. അതെന്താ? ഈ കല്യാണക്കുറി കാണിച്ച് ബാങ്കിൽ നിന്ന് 2.5 ലക്ഷം രൂപ എടുക്കാന്ന് വിചാരിച്ച ആ പദ്ധതി പൊളിഞ്ഞല്ലോ. ആരും പോവരുത്, സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എന്റെ പൊന്നടവേ, അവന്റെ ഒരു സാമ്പാർ. നിന്റെ മിഴിയിൽ നീലോത്പലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, നിൻ കവിളിനയിൽ കനകാംബരം, നീയൊരു നിത്യവസം